പ്രധാന കമ്പനികൾ കേരളത്തെ തേടിയെത്തുന്ന വാർത്തകൾ നാം കാണുന്നു. വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്കായി 1729.13 കോടി രൂപ വകയിരുത്തുന്നു. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾക്കായി 24-25 ബജറ്റിൽ 773.09 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദേശമദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കയറ്റുമതി ചെയ്യാൻ സാധ്യതകളേറെയുണ്ടെന്ന് ഇത് സംബന്ധിച്ച് പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ഉള്ള നിർദ്ദേശം കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതിന് വേണ്ട സഹായം ചെയ്യുകയും ചെയ്യും. ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങൾ, പട്ടികജാതി പട്ടികവർഗം, വനിതകൾ, യുവാക്കൾ, ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് MSMEകൾ മുഖേന വിഭാവനം ചെയ്തിരിക്കുന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ പദ്ധതിക്കായിട്ട് 215 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ സ്വയം തൊഴിൽ പദ്ധതികളും സംയോജിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി 2024-25 വർഷം 58.5 കോടി രൂപ വകയിരുത്തുന്നു. 2000 യൂണിറ്റുകളെയാണ് ലക്ഷ്യമിടുന്നത്. സാർ, വായ്പാബന്ധിത പ്രൊജക്ട് മാർജിൻ മണി ഗ്രാൻഡ് അനുവദിക്കുന്ന പദ്ധതിക്കായി 17.06 കോടി രൂപ വകയിരുത്തുന്നു. സാർ, 12 കോടി രൂപ കേന്ദ്രവിഹിതം പ്രതീക്ഷിക്കുന്ന PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് എന്ന പദ്ധതിക്ക് വിഹിതമായി 8 കോടി രൂപ വകയിരുത്തുന്നു. പ്രവർത്തനക്ഷമമായ MSME സംരംഭങ്ങളെ സഹായിക്കുന്ന പദ്ധതി പാക്കേജിനായി 18.02 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്ത് പുതു സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി 2024-25 സാമ്പത്തിക വർഷം 43 കോടി രൂപ വകയിരുത്തുന്നു. കശുവണ്ടി മേഖല. സാർ, പ്രധാന പരമ്പരാഗത വ്യവസായ മേഖലയായ കശുവണ്ടി മേഖല പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ്. ഇതിനൊരു പരിഹാരം കാണുക എന്നതാണ് കശുവണ്ടി മേഖലയുടെ പദ്ധതികളുടെ ലക്ഷ്യം. 24-25 സാമ്പത്തിക വർഷത്തിൽ കശുവണ്ടി മേഖലയ്ക്കായി 53.36 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കശുവണ്ടി മേഖലയെയും വ്യവസായത്തെയും തൊഴിലാളികളെയും സഹായിക്കുന്നതിനായുള്ള പ്രത്യേക കശുവണ്ടി പുനരുജ്ജീവന പദ്ധതിക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. ആഭ്യന്തര അസംസ്കൃത കശുവണ്ടിയുടെ ഉൽപ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായി കേരള കശുമാവ് കൃഷി വികസന ഏജൻസിക്ക് 6.5 കോടി രൂപ വകയിരുത്തുന്നു. കശുവണ്ടി ശേഖരിച്ച് ഇറക്കുമതി ചെയ്യുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കാഷ്യൂ ബോർഡിന് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 166.70 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കാഷ്യൂ ബോർഡിന് റിവോൾവിംഗ് ഫണ്ടായി 40.81 കോടി രൂപ അനുവദിക്കുന്നു. ചെറുതും ഇടത്തരവുമായ കശുവണ്ടി ഫാക്ടറി യൂണിറ്റുകളുടെ പുനരുദ്ധാരണം സാധ്യമാക്കുന്നതിനും നഷ്ടപ്പെട്ട വരുമാന മാർഗം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി യന്ത്രത്തറി വ്യവസായം. കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്കായിട്ട് 51.89 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾ ആൻഡെക്സ്, ഹാൻവീവ് എന്നിവയ്ക്ക് ഓഹരി വിഹിതമായി നൽകുന്നതിന് 5.29 കോടിയും നൽകുന്നു. നെയ്ത്തുകാരുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന പ്രത്യേക പ്രോത്സാഹന പദ്ധതിക്ക് 4.5 കോടി രൂപ നൽകുന്നു. കൈത്തറി ഗ്രാമങ്ങൾ രൂപീകരിക്കുന്ന പദ്ധതിക്കായിട്ട് 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, കണ്ണൂർ നാടുകാണി കിൻഫ്ര ടെക്സ്റ്റൈൽ സെൻ്ററിന് ഡൈയിങ് ആൻഡ് പ്രിൻറ്റിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള മൂലധന സഹായമായി 9 കോടി രൂപ വകയിരുത്തുന്നു. ടെക്സ്പെർട്ടിന് കീഴിലുള്ള സ്പിന്നിംഗ് മില്ലുകളുടെ ഒറ്റത്തവണ സഹായം, മൂലധന ആവശ്യങ്ങൾക്കായി ഒറ്റത്തവണ സഹായം അടക്കം ടെക്സ്പെർട്ടിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 9.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, കയർ വ്യവസായ മേഖല വിവിധ പദ്ധതികൾക്കായി 107.64 കോടി രൂപ വകയിരുത്തുന്നു. കയർ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, സ്വകാര്യ സംരംഭങ്ങൾ എന്നിവയുടെ പുനരുജ്ജീവനത്തിന് ആദ്യങ്ങൾക്കായി 32 കോടി വകയിരുത്തുന്നു. കയർ മേഖലയിലെ ഗവേഷണ വികസന പദ്ധതികൾക്ക് ധനസഹായമായി 7 കോടി രൂപ വകയിരുത്തുന്നു. കയർഫെഡ് പോലുള്ള ഏജൻസികൾ മുഖേന കയറുൽപ്പന്നങ്ങളുടെയും സംഭരണം നടത്തുന്നതിലൂടെ ഇവയുടെ വിലസ്ഥിരത ഉറപ്പുവരുത്തുന്ന പദ്ധതിക്കായി 38 കോടി രൂപ വകയിരുത്തുന്നു. ഖാദി വ്യവസായം. സാർ, 14,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭ്യമാക്കുന്ന പരമ്പരാഗത വ്യവസായമായ ഖാദി വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 14.8 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനും നിക്ഷേപങ്ങൾ സുഗമമാക്കുന്നതിനുമായി KSIDCക്ക് 24-25 ബജറ്റിൽ 127.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള നിക്ഷേപ പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്ക് 22 കോടി രൂപ നീക്കിവെക്കുന്നു. സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ഉദ്യമങ്ങൾക്കായിട്ട് 6 കോടി രൂപ മാറ്റിവെക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിയിലൂടെ MSME സ്റ്റാർട്ടപ്പുകൾ, വിദേശ മലയാളി സംരംഭങ്ങൾ എന്നിവയ്ക്ക് 5% പലിശ നിരക്കിൽ 1 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിക്ക് പലിശ ഇളവ് നൽകുന്നതിനായിട്ട് 9 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ പോളിസിയുടെ ഭാഗമായി സംരംഭകർക്ക് സ്ഥിര മൂലധന നിക്ഷേപ സബ്സിഡി, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഇളവ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ചാർജ് ഒഴിവാക്കൽ തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി 20 കോടി രൂപ മാറ്റിവെക്കുന്നു. തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്കിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപയും മെഡിക്കൽ ഡിവൈസസ് പാർക്കിന് 20 കോടി രൂപയും ഉൾപ്പെടെ ലൈഫ് സയൻസ് പാർക്കിന് 35 കോടി രൂപ മാറ്റിവെക്കുന്നു. KSIDC വ്യവസായ പാർക്കുകൾക്കായി 14 കോടി രൂപ മാറ്റിവെക്കുന്നു.